നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തം. KPSTA നേതൃത്വത്തിൽ ജില്ലാ ട്രഷറിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF നേതൃയോഗം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ട്രെയിനുകൾക്ക് പലയിടങ്ങളിലായി കല്ലെറിയുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ പുതിയ നീക്കവുമായി പോലീസ്. വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ തുടങ്ങി. കടബയിലെ കോളേജ് ക്യാമ്പസിൽ മലയാളി വിദ്യാർത്ഥി പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയത് പ്രണയം നിരസിച്ചതിനെ തുടർന്നെന്ന് വിവരം. കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വനിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമായി. മഹിളാ മോർച്ച പ്രവർത്തകർ സ്വീകരണം നൽകി. ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാതൃകയായി കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം. നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. വാർത്തകൾ വിശദമായി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം മുടങ്ങിയതിൽ പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം ശക്തമാകുന്നു. സർക്കാരിന്റെ പിടിപ്പുകേടിനെതിരെ KPSTA നേതൃത്വത്തിൽ ജില്ലാ ട്രഷറിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. ശമ്പളം ഞങ്ങൾക്ക് തന്നേ തീരൂ. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായാണ് സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം മുടങ്ങുന്നത്. ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധവുമായി KPSTA രംഗത്തെത്തി. ജില്ലാ ട്രഷറിക്ക് മുന്നിലാണ് അധ്യാപകരും ജീവനക്കാരും പ്രതിഷേധ പ്രകടനം നടത്തിയത്. KPSTA നടത്തിയ പ്രതിഷേധ പ്രകടനം DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ തീക്കൊള്ളിക്കൊണ്ടാണ് തലചൊറിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ, അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെല്ലാം അവിടെയും ഗവൺമെന്റുകളുണ്ട്. അവിടെയെല്ലാം ഗവൺമെന്റ് വളരെ കൃത്യമായി സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ, അവരുടെ ശമ്പളങ്ങൾ കൃത്യമായി വിതരണം ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഇച്ഛാശക്തിയുള്ള ഗവൺമെന്റായി മാറുന്നു. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ അധികാര തുടർച്ചയുടെ പേരിൽ എന്തുമാവാമെന്നുള്ള മോഹത്തോടു കൂടി മുമ്പോട്ട് പോകുന്ന തരം താണ ഒരു സർക്കാരായി സർക്കാർ ജീവനക്കാരെ വഞ്ചിക്കുന്ന, ഒരു സർക്കാർ ജീവനക്കാരുടെ അവകാശ ആനുകൂല്യങ്ങൾ ശമ്പളം പോലും നിഷേധിക്കുന്ന ഒരു വഞ്ചകരായി മാറി എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. റവന്യൂ ജില്ലാ പ്രസിഡന്റ് KV വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷനായി. PT ബെന്നി, GK ഗിരീഷ്, P ശശിധരൻ, K അനിൽകുമാർ, K ശ്രീനിവാസൻ, സ്വപ്ന ജോർജ്, T രാജേഷ് കുമാർ, K ഗോപാലകൃഷ്ണൻ, ബിജു അഗസ്റ്റിൻ എന്നിവർ പ്രതിഷേധ പരിപാടിയിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF നേതൃയോഗം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊരുങ്ങി കാസർഗോട്ടെ UDF നേതൃത്വം. ഇതിന്റെ ഭാഗമായുള്ള കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF നേതൃയോഗം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ഫാസിസ്റ്റ് ശക്തികളുടെ കയ്യിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ രക്ഷിക്കുവാനുള്ള പോരാട്ടമാണ് ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്നും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. പഠന നിലവാരമാണ് ഇത്രയും കാലം അനുഭവിച്ചത്. ഇപ്പോഴാകട്ടെ നമ്മുടെ സ്വന്തം മക്കളെ, വളർത്തിയെടുത്ത മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ക്യാമ്പസിനകത്ത് ഒരു ഗുണ്ടാ വിളയാട്ടം നടക്കുകയാണ്. അതിന് ഭരണകൂടം ഒത്താശ ചെയ്യുകയാണ്. ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയ പ്രതികളെ രക്ഷിക്കാൻ ഒരു പാർട്ടിയുടെ മുൻ MLA, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് മജിസ്ട്രേറ്റ് മുമ്പിലെത്തുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ്. ചെയർമാൻ CT അഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ A ഗോവിന്ദൻ നായർ സ്വാഗതം പറഞ്ഞു.
സോണി സെബാസ്റ്റ്യൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, PK ഫൈസൽ, A അബ്ദുറഹിമാൻ, NA നെല്ലിക്കുന്നി MLA, AK അഷ്റഫ് MLA, മാർട്ടിൻ ജോർജ്, സൈമൺ അലക്സ്, അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ, KP കുഞ്ഞിക്കണ്ണൻ, K നീലകണ്ഠൻ, ജെറ്റോ ജോസഫ്, PM മുനീർ ഹാജി, ഹരീഷ് P നമ്പ്യാർ, ഹക്കീം കുന്നിൽ, രവീന്ദ്രൻ, രവി കുളങ്ങര, മധു മാണിയാട്ട്, ബാലകൃഷ്ണൻ പെരിയ, MP ഉണ്ണികൃഷ്ണൻ, AP യൂസഫ് അലി, KV കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. CT അഹമ്മദ് അലി, M നാരായണൻകുട്ടി, സൈമൺ അലക്സ് എന്നിവരാണ് രക്ഷാധികാരികൾ. കല്ലട്ര മാഹിൻ ഹാജിയാണ് ചെയർമാൻ. PK ഫൈസൽ, മാർട്ടിൻ ജോർജ് എന്നിവരെ ജനറൽ കൺവീനർമാരായി തെരഞ്ഞെടുത്തു. A ഗോവിന്ദൻ നായരാണ് കൺവീനർ. അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായരെ സെക്രട്ടറിയായും KP കുഞ്ഞിക്കണ്ണനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്രെയിനുകൾക്ക് പലയിടങ്ങളിലായി കല്ലെറിയുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിന് പോലീസ് ജനങ്ങളുടെ സഹായത്തോടെ പുതിയ നീക്കം നടത്തുന്നു. ജാഗ്രതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളിൽ അവബോധമുണ്ടാക്കുന്നതിന് വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ തുടങ്ങി. ചെറുവത്തൂരിനും പയ്യന്നൂരിനുമിടയിൽ മാസങ്ങളായി വിവിധ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയൽ നടന്നതിന്റെ പശ്ചാത്തലത്തിൽ അത്തരം കാര്യങ്ങളിൽ പങ്കാളികളാവുന്നവരെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനാണ് അവബോധ ക്ലാസുകൾ നൽകുന്നത്. റെയിൽവേ ട്രാക്കിലും പരിസരങ്ങളിലും സംശയകരമായ സാഹചര്യങ്ങൾ ആളുകളെ കാണുകയാണെങ്കിൽ അക്കാര്യം പോലീസിനെ അറിയിക്കുന്നതിനും കുട്ടികൾക്ക് നിർദ്ദേശം നൽകി. ചന്ദേര ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കുട്ടികൾക്കായി ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് AUP സ്കൂളിൽ നടന്ന പ്രഥമ ക്ലാസ് ചന്ദേര പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ഷീന ജോർജ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് കൺട്രോൾ റൂം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുരേഷൻ കാനം ക്ലാസ് എടുത്തു. അധ്യാപിക K മേഴ്സി, ജനമൈത്രി BT ഓഫീസർമാരായ K ഷിബു, P ഗിരീഷ് കുമാർ, K സജീഷ് എന്നിവർ സംസാരിച്ചു. ഒളവറ സങ്കേത ഗവൺമെന്റ് UP സ്കൂളിലും വിദ്യാർത്ഥികൾക്ക് ആദ്യ ദിനം അവബോധ ക്ലാസ് നടന്നു. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ബെൽത്തങ്ങാടി കടബ താലൂക്ക് പരിധിയിലെ കോളേജ് ക്യാമ്പസിൽ മലയാളി വിദ്യാർത്ഥി പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയത് പ്രണയം നിരസിച്ചതിനെ തുടർന്നെന്ന് വിവരം. ആക്രമണത്തിനായി ലക്ഷ്യമിട്ടത് ഒരു പെൺകുട്ടിയെയായിരുന്നു. അടുത്തുണ്ടായിരുന്നതിനാലാണ് മറ്റ് 2 പേർക്ക് കൂടി പൊള്ളലേറ്റത്. സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. കടബ താലൂക്ക് പരിധിയിലെ ഗവൺമെൻറ് പ്രീ യൂണിവേഴ്സിറ്റി കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിനികളായ 3 പേർക്ക് നേരെയാണ് ആസിഡ് ആക്രമണമുണ്ടായത്. മലപ്പുറം സ്വദേശിയും മംഗളൂരുവിൽ MBA വിദ്യാർത്ഥിയുമായ അബിൻ ഷിബിയാണ് അക്രമം നടത്തിയത്. ആസിഡ് ആക്രമണത്തിനിരയായ ഒരു പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമാണ്. മുഖത്തും കൈകളിലും മുതുകിലും പൊള്ളലേറ്റ ഈ പെൺകുട്ടി ICUവിൽ ചികിത്സയിലാണ്. മറ്റ് 2 പേർക്കും മുഖത്തും കയ്യിലുമാണ് ആസിഡ് വീണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ മുഖംമൂടിയും തൊപ്പിയും ധരിച്ച് കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് കടന്ന പ്രതി പരീക്ഷാ ഹാളിലേക്ക് കടക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ വിദ്യാർത്ഥിനികളെ ആക്രമിക്കുകയായി. ചോദ്യം ചെയ്യലിനിടെ ഇരകളിലൊരാൾ തൻ്റെ പ്രണയം നിരസിച്ചതാണ് ആക്രമണത്തിന് കാരണമായതെന്ന് പ്രതി മൊഴി നൽകിയതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. തൻ്റെ പ്രണയാഭ്യർത്ഥന നിരസിച്ച പെൺകുട്ടിയെ മാത്രമാണ് ലക്ഷ്യമിട്ടതെന്നും മറ്റ് 2 പേർക്ക് അടുത്തുണ്ടായിരുന്നതുകൊണ്ടാണ് ആസിഡ് തെറിച്ചതെന്നും യുവാവ് മൊഴി നൽകി. സ്കൂൾ യൂണിഫോമും മാസ്കും തൊപ്പിയും ധരിച്ച് ഐഡന്റിറ്റി മറച്ചുവെച്ചാണ് ഇയാൾ കുപ്പിയുമായി കോളേജ് ക്യാമ്പസിലെത്തി ആസിഡ് ഒഴിച്ചതെന്ന് പോലീസ് പറഞ്ഞു. രക്ഷപ്പെടുവാൻ ശ്രമിച്ച അബിനെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ പിടികൂടി കടബ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കടബ പോലീസ് സ്റ്റേഷൻ ഓഫീസർ അഭിനന്ദനും സംഘവും ഉടൻ സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിനികൾക്ക് നേരെയുണ്ടായ ആസിഡ് ആക്രമണത്തെ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു അപലപിച്ചു. ഇരകൾക്ക് അവശ്യ വൈദ്യസഹായവും നഷ്ടപരിഹാരവും ഉറപ്പാക്കുവാൻ അധികൃതർക്ക് നിർദ്ദേശം നൽകിയതായി അദ്ദേഹം അറിയിച്ചു. കുറ്റവാളിക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിവരികയാണെന്നും ദക്ഷിണ കന്നഡ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമായി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം താളിപ്പടുപ്പിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തിയ ML അശ്വിനിയെ മഹിളാ മോർച്ച പ്രവർത്തകർ ആരതിയൊഴിഞ്ഞ് പുഷ്പമാലയിട്ട് സ്വീകരിച്ചു. BJP കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രികുണ്ട ഷാൾ അണിയിച്ചു.
തുടർന്ന് നടന്ന സ്വീകരണ യോഗം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രികുണ്ടാർ അധ്യക്ഷനായിരുന്നു. സ്ഥാനാർത്ഥിയായ ML അശ്വിനി സംസാരിച്ചു. സ്ത്രീകൾക്ക് നരേന്ദ്രമോദി സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നതിന്റെ തെളിവാണ് തന്റെ സ്ഥാനാർത്ഥിത്വമെന്നും പാർലമെന്റ് മണ്ഡലത്തിലെ സമഗ്ര വികസനം സാധ്യമാക്കുന്നതിന് പരിശ്രമിക്കുമെന്നും അവർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ ക്ഷേമ പദ്ധതികൾ ഗുണം ചെയ്തിട്ടുണ്ട്. LDFും UDFും മാറിവന്ന ഈ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്നും ML അശ്വിനി കൂട്ടിച്ചേർത്തു. ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത ഒരു തിങ്കാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞെങ്കിൽ പാർട്ടി വിത്ത് എ ഡിഫറൻസ്, ഒരു സാമാന്യമായിട്ടുള്ള കോമൺ കാര്യകർത്തെ നല്ല രീതിയിൽ വർക്കാക്കിയിട്ട് ഒരു ഹാർഡ് വർക്ക് സിൻസിയർ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹാർഡ് വർക്ക് ആക്കി കഴിഞ്ഞെങ്കിൽ ഒരു സാമാന്യമായിട്ടുള്ള കാര്യകർത്തക്കും കൂടി MP ടിക്കറ്റ് കിട്ടുന്നുണ്ട് പറഞ്ഞിട്ട് ഞാനാണ് എക്സാമ്പിൾ. ഇത് കിട്ടിയിട്ടുള്ള ഒരു ടിക്കറ്റ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കാര്യകർത്തമാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ കാസർഗോഡിൽ വിജയത്തിൻ്റെ വിഷയം പറഞ്ഞെങ്കിൽ 100% വിജയം ഉണ്ടാവും ഞാൻ പറയും. ബിക്കോസ് കാസർഗോഡ് ജനങ്ങൾക്ക് ഡെവലപ്മെൻറ്റാണ് ആദ്യമായിട്ട് അവരിപ്പോൾ വേണമെന്ന് വിചാരിക്കുന്നുള്ളത്. ബിക്കോസ് 2014 ശേഷം ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ നരേന്ദ്രമോദിജി കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാസർഗോഡ് ജനതകൾക്ക് അത് മിസ്സായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് NDAക്ക് വോട്ട് ചെയ്തിട്ട് എന്നെ വിജയിപ്പിക്കും. BJP സംസ്ഥാന സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് മനോജ് കുമാർ, സതീഷ് ചന്ദ്രഭണ്ഡാരി, അഡ്വക്കേറ്റ് KK ശ്രീധരൻ, കൗൺസിൽ അംഗം V രവീന്ദ്രൻ, ഉത്തരമേഖല ജനറൽ സെക്രട്ടറി P സുരേഷ് കുമാർ ഷെട്ടി എന്നിവർ സംബന്ധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി A വേലായുധൻ സ്വാഗതവും സെക്രട്ടറി മനുലാൽ മേലത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അതിക്രമങ്ങൾ നേരിടുന്നതിന് സ്ത്രീകളെ പ്രാപ്തരാക്കുവാൻ കാസർഗോഡ് പോലീസിന്റെ നേതൃത്വത്തിൽ സൗജന്യ പരിശീലനം നൽകി. കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്ത്രീകൾക്കായിരുന്നു പരിശീലനം നൽകിയത്. പ്രതിരോധ മുറകളിൽ പ്രത്യേക പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് ജ്വാല എന്ന പേരിലുള്ള വാക്കിൻ ട്രെയിനിംഗ് നൽകിയത്. ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഡീഷണൽ SP ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളെല്ലാം യാത്ര ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുന്ന ഏത് വർക്ക് ചെയ്യുന്ന സ്ത്രീയാവാം, കോളേജ് പഠിക്കുന്ന പെൺകുട്ടികളാവാം, മറ്റുള്ളവരൊക്കെ അവരൊക്കെ ഒറ്റപ്പെടുത്ത ഒരു സാഹചര്യത്തിൽ സഞ്ചരിക്കേണ്ടി വരും. ആ സമയത്ത് സിനിമയിൽ കാണുന്ന മാതിരി AK-47 പിസ്റ്റലോ റിവാൾവറോ അല്ലെങ്കിൽ സൂപ്പർ വുമണോ ആയിട്ട് വരുന്ന ആളെ അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യുന്ന ആളെ ചലഞ്ച് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ആ സമയത്ത് അവരുടെ ഒന്ന് മാത്രമേ കാണുള്ളൂ, അവരുടെ ശരീരം ആയുധമാക്കാം. ആ ആയുധമാക്കുന്ന കാര്യമാണ് ഈ സെൽഫ് ഡിഫൻസ് ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. IPSHO ഷാജി പട്ടേരി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ഹേമലത, അശ്വതി, ബീറ്റ് ഓഫീസർമാരായ സന്തോഷ്, കൃപേഷ്, വനിതാ പോലീസ് ഓഫീസർമാരായ പ്രസീത, രമ്യ, സുമേഷ്, സുഭാഷ്, ഗ്രീഷ്മ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ 2015 ആരംഭിച്ച സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയിലൂടെ ഇതുവരെ ലക്ഷക്കണക്കിന് സ്ത്രീകളും കുട്ടികളും സ്വയം പ്രതിരോധ മുറകളിൽ പരിശീലനം നേടിക്കഴിഞ്ഞു. എല്ലാ ജില്ലകളിലും 4 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാതൃകയായി കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം. ജലസേചന വകുപ്പിന്റെ തടയിണ ഉപയോഗപ്പെടുത്തി നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. മലയോര മേഖലയിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി എത്തുന്നത്. കുറ്റിക്കോൽ അത്തിയടുക്കത്ത് 15 വർഷം മുൻപ് പഞ്ചായത്ത് ജലസേചന വകുപ്പ് നിർമ്മിച്ച തടയണയാണ് 2019 മുതൽ നീന്തൽ പരിശീലനത്തിനായി ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇതിനോടകം 450ഓളം കുട്ടികൾ നീന്തൽ പഠിച്ചു. ഇവരിൽ സംസ്ഥാന ജില്ലാ നീന്തലിൽ മത്സരങ്ങളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളുമുണ്ട്. സിവിൽ ഡിഫൻസ് അംഗം ശശിധരനാണ് കുട്ടികൾക്ക് സൗജന്യ പരിശീലനം നൽകുന്നത്. നീന്തൽ പരിശീലനത്തിൽ പ്രാവീണ്യം ലഭിച്ച ശശിധരൻ നാട്ടിലെ ജലസ്രോതസ് ഉപയോഗപ്പെടുത്തി സന്നദ്ധ സേവനത്തിന് ഇറങ്ങുകയായിരുന്നു.
ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് മുങ്ങി മരണങ്ങളാണ് ഏകദേശം നമ്മളത് കേൾക്കുന്നത്. കാരണം ഒഴുക്കിൽപ്പെട്ടൊന്നും നീന്താൻ അറിയാത്ത, ഇപ്പോൾ ഏകദേശം കുട്ടികൾ 1-2 പേർക്ക് നീന്താൻ അറിയാം, കൂടെ പോയവർക്ക് നീന്താൻ അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 വെള്ളത്തിൽ പോയിട്ട് അതുപോലത്തെ അനുഭവം നമ്മളെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതും കൂടി നമുക്ക് ഇതിലൂടെ അത് മാത്രമല്ല, അവരെ രക്ഷ മാത്രമല്ല, പിന്നെ ഒരാളെയും കൂടി രക്ഷയാണ് നമ്മൾ അവരിലൂടെ കാണുന്നത്. കാസർഗോഡിന്റെ മലയോര പ്രദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് പരിശീലനത്തിനായി എത്തിച്ചേരുന്നത്. സൗജന്യവും സുരക്ഷിതവുമായി നീന്തൽ പഠിക്കാൻ ഉത്സാഹത്തോടെയാണ് കുട്ടികൾ എത്തുന്നത്. 5 വയസ്സിലാണ് ഞാൻ ഇവിടെ നീന്താൻ വന്നുകൊണ്ടുണ്ടായത്. ഇപ്പോൾ 2 വർഷമായി ഞാനിപ്പോൾ വരുന്നത്. പിന്നെ ഞാൻ വെള്ളത്തിലൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് സപ്പോർട്ടിനായി കുറേ ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് സ്വിമ്മിങ്ങിന് നല്ല റിലാക്സാണ്. അതുകൊണ്ട് എനിക്ക് 4 ടൈപ്സ് ആയിരുന്നു നീന്താൻ അറിയുന്നത്. ബട്ടർഫ്ലൈ അറിയും, ബാക്ക് സ്ട്രോക്ക് അറിയും, ഫ്രീ സ്റ്റൈൽ അറിയും, +2 അറിയാനുണ്ട്. എനിക്ക് ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് നല്ലോണം പേടിയായിരുന്നു ഫസ്റ്റ്. ഇപ്പം ശശിയേട്ടൻ എനിക്ക് അവിടുന്ന് എന്തൊക്കെ കുപ്പിയൊക്കെ ഇട്ട് കുറച്ച് പഠിപ്പിക്കുമ്പോൾ ഞാൻ റിലാക്സായി. വെള്ളത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉണ്ടാകാറ്. എനിക്ക് പോകാനേ ഇവിടുന്ന് മനസ്സ് വരുന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കളിക്കണം എന്നാണുള്ളത്. ജലാശയങ്ങളിലെ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അത്തിയൊടുക്കത്തെ ഈ നീന്തൽ പരിശീലനം മാതൃകയായി മാറുകയാണ്. ജില്ലയിലെ മറ്റ് തടയണകളും നീന്തൽ പരിശീലനത്തിനായി ഉപയോഗപ്പെടുത്തിയാൽ മുങ്ങിമരണങ്ങൾ ഇല്ലാതാക്കുവാൻ വളരെയേറെ സഹായകരമാകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം കൃഷിഭവൻ മുഖേന മഞ്ഞൾ വിത്തുകളും മൺചട്ടികളും വിതരണം ചെയ്തു തുടങ്ങി. ജനകീയാസൂത്രണം 2023-24 പദ്ധതിയുടെ ഭാഗമായാണ് വിതരണം നടത്തുന്നത്. മഞ്ചേശ്വരം പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലെവേനോ മൊന്തേരോ മൺചട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു. മഞ്ഞൾ വിത്തുകളുടെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖും നിർവഹിച്ചു. 21 വാർഡ് മെമ്പർ ലക്ഷ്മണ, കൃഷി ഓഫീസർ ശ്രീനാഥ്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കൃഷിഭവനിൽ ഗുണഭോക്തൃ വിഹിതം അടച്ചവർക്കാണ് മൺചട്ടി വിതരണം ചെയ്യുന്നത്. മഞ്ഞൾ വിത്തിനുള്ള അപേക്ഷ ഈ ആഴ്ച കൂടി കൃഷിഭവനിൽ സ്വീകരിക്കുന്നതാണെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. മഞ്ഞൾ വിത്തുകൾ സൗജന്യമായാണ് വിതരണം ചെയ്യുന്നത്. 2023-24 വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മൺചട്ടി വിതരണവും അതുപോലെ തന്നെ ഇടവള കൃഷിയായിട്ട് ഉപയോഗിക്കുന്ന മഞ്ഞളിൻ്റെ വിത്തിൻ്റെ വിതരണവുമാണ് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. ചെടിച്ചട്ടി 75% സബ്സിഡിയിലും മഞ്ഞൾ വിത്ത് 100% സബ്സിഡിയിൽ സൗജന്യമായിട്ടുമാണ് നൽകിയിട്ടുള്ളത്. ഏകദേശം 108 പേരോളം ചെടിച്ചട്ടിയിൽ നമ്മുടെ ഗുണഭോക്താക്കളായിട്ടുണ്ട്. ഒരാൾക്ക് 25 ചട്ടി വെച്ചിട്ടാണ് നൽകുന്നത്. 25 ചട്ടി അതിൽ നിറയ്ക്കാനുള്ള വളം മിക്സ് ചെയ്ത പോട്ടിംഗ് മിക്സർ, പിന്നെ പച്ചക്കറി തൈകൾ, തക്കാളി, മുളക്, വഴുതന പോലുള്ള പച്ചക്കറികളുടെ തൈകളും ഈ പോട്ടിംഗ് മിക്സറും ചട്ടിയായിട്ടുള്ള ഒരു യൂണിറ്റ് ആയിട്ടാണ് നൽകുന്നത്. അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ആധാർ കാർഡ് കോപ്പിയും 2023-24 വർഷത്തെ നികുതി തീരുവ കോപ്പിയുമായി കൃഷിഭവനിൽ എത്തി മഞ്ഞൾ വിത്തുകൾ കൈപ്പറ്റാവുന്നതാണ്. അബ്ദുറഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. രക്തദാനം മഹാദാനം എന്ന സന്ദേശത്തെ ഓർമ്മപ്പെടുത്തി കോലായിയും BRQ അസോസിയേഷനും സംയുക്തമായി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ P. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ രാവിലെ 9 മണിയോടെ ആരംഭിച്ച ക്യാമ്പ് കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടർ P. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരക്തത്തിന് സമാനമായ മറ്റൊരു ലായനി ശാസ്ത്രത്തിന്റെ സ്വപ്നമായി മാത്രം ഇന്നും അവശേഷിക്കുകയാണെന്നും ഈ സാഹചര്യത്തിലാണ് രക്തദാനത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതെന്നും 3 മാസം കൂടുമ്പോൾ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്നും പ്രോഗ്രാം ഡയറക്ടർമാരായ CT മുഹമ്മദ് മുസ്തഫ, ഹസൈനാർ തോട്ടുംഭാഗം, ഹനീഫ് തുരുത്തി, സുലേഖ മാഹിൻ, അബു പാണളം, ബഷീർ പടിഞ്ഞാർമൂല, കരീം ചൗക്കി എന്നിവർ പറഞ്ഞു. കോലായി, BRQ അസോസിയേഷൻ എന്നീ സംഘടനകളിലെ സ്റ്റാഫ് അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. രക്തദാന ക്യാമ്പ് ഉച്ചയ്ക്ക് 2 മണിവരെ തുടർന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വയോജനങ്ങളുടെ അത്താണിയായ പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് KSSPA കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു.
പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിക്കായി പുതുതായി നിർമ്മിച്ച 50 പേർക്ക് കിടത്തി ചികിത്സാ സൌകര്യമുള്ള കെട്ടിടം 3 വർഷമായി പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. ആശുപത്രി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് KSSPA കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റി ആശുപത്രിക്ക് മുന്നിൽ ധർണാസമരം നടത്തിയത്. ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു അവസ്ഥയിൽ ശ്വാസം മുട്ടി മരിക്കുന്നു. ഇതെന്ത് ഭരണം നാട്ടാരെ. ജില്ലാ പ്രസിഡന്റ് PC സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്നത്തെ പത്രത്താളുകളിൽ ഏറ്റവും വലിയ വാർത്ത കേരളത്തിലെ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ശമ്പളമില്ല. ഞങ്ങൾക്ക് അതിലൊരു ഞെട്ടലുമില്ല. ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് കേരളത്തെ മുച്ചൂട് മുടിച്ചുകൊണ്ട്, കേരളത്തെ കുട്ടിച്ചോറാക്കിക്കൊണ്ട്, കേരളത്തെ കുരുതിക്കുളമാക്കിക്കൊണ്ട്, സിദ്ധാർത്ഥന്മാരെ കൊന്നുകൊണ്ട്, അങ്ങനെ തന്നെ പറയണം, സിദ്ധാർത്ഥന്മാരെ കൊന്നുകൊണ്ട് അരാജകത്വത്തിന്റെ ഭരണ ഭീകരതയുടെ പര്യായമായി തീർന്ന പിണറായി വിജയന്റെ സർക്കാരിൽ നിന്നും ആശുപത്രി പോയിട്ട്, ശമ്പളം പോയിട്ട്, ക്ഷേമ പെൻഷൻ പോയിട്ട് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾക്ക് ശമ്പളമില്ല, ഞങ്ങൾക്ക് പെൻഷനില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് വല്ല ഉമ്മൻചാണ്ടിയുടെയോ ആന്റണിയുടെയോ കാലത്താണെങ്കിൽ ഈ ആശുപത്രി കെട്ടിടം ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് അനാഥപ്രേതം പോലെ ഇവിടെ കിടക്കുകയാണെങ്കിൽ ഇതിന്റെ ഗ്ലാസുകൾ ഇവിടുത്തെ ഡിവൈഎഫ്കാരൻ വെച്ചേക്കുമായിരുന്നില്ല. CP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം C രത്നാകരൻ, ജില്ലാ സെക്രട്ടറി MK ദിവാകരൻ, PP ബാലകൃഷ്ണൻ, K സരോജിനി, PP കുഞ്ഞമ്പു മാസ്റ്റർ, KK രാജഗോപാലൻ മാസ്റ്റർ, KV രാജേന്ദ്രൻ മാസ്റ്റർ, K രമേശൻ, MK ബാബുരാജ് മാസ്റ്റർ, K വിജയകുമാർ, PK ചന്ദ്രശേഖരൻ മാസ്റ്റർ, KP മുരളീധരൻ മാസ്റ്റർ, രാജു പടന്നക്കാട് എന്നിവർ സംസാരിച്ചു. EV പത്മനാഭൻ സ്വാഗതവും V രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 3 നാൾ കണ്ണിനും കാതിനും പാട്ടിന്റെ പാലാഴികൾ സമ്മാനിച്ച ത്യാഗരാജ പുരന്ദരദാസ സംഗീതാരാധനയ്ക്ക് സംഗീത സാന്ദ്രമായ സമാപനം. ഡോക്ടർ ബൃന്ദ മാണിക്യവാസകം പ്രതലന കച്ചേരി അവതരിപ്പിച്ചു. സംഗീത തേന്മഴ ചാലിച്ച് ആസ്വാദകരുടെ മനം കുളിർപ്പിച്ച ത്യാഗരാജ പുരന്ദരദാസ സംഗീതാരാധനയ്ക്ക് സംഗീത സാന്ദ്രമായ സമാപനം. സമാപന ദിവസം നടന്ന പ്രധാന കച്ചേരിയിൽ ഡോക്ടർ ബൃന്ദ മാണിക്യവാസകം ആലാപനം നടത്തിയപ്പോൾ ആസ്വാദക മനസ്സുകളിൽ നവ്യാനുഭവത്തിന്റെ നേർക്കാഴ്ചകളാണ് സമ്മാനിച്ചത്. പുരന്ദരദാസർ നാട്ടരാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ജയ ജയ ജനകീകാന്ത എന്ന കൃതിയോടെയാണ് കച്ചേരി ആരംഭിച്ചത്. കേദാരഗൌള രാഗത്തിൽ തുളസി ബിൽവ എന്ന ത്യാഗരാജ കീർത്തനം വിസ്തരിച്ചു പാടി. ഗണരാജ് കാർലെ വയലിനിൽ പിന്തുണയേകി. മൃദംഗത്തിൽ SV രമണിയും ഘടത്തിൽ ശ്രീജിത്ത് വെള്ളാറ്റഞ്ഞൂരും തനിയാവർത്തനം വായിച്ചു. കാഞ്ഞങ്ങാട് സദ്ഗുരു ശ്രീ ത്യാഗബ്രഹ്മ സംഗീത സഭയുടെ നേതൃത്വത്തിൽ നടന്ന സംഗീതാരാധന ആഞ്ജനേയോത്സവത്തോടെയാണ് സമാപിച്ചത്. നാടിന്റെ ഉത്സവമായി ഊരുത്സവം. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് നാന്തൻകുഴി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നടത്തിയ ഊരുത്സവം ശ്രദ്ധേയമായി. മടിക്കൈ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാന്തൻകുഴി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് ഊരുത്സവം 2024 സംഘടിപ്പിച്ചു. ഇയാമ ജോ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമാവാനെത്തിയത് നിരവധി ആളുകളാണ്. തനത് ഉൽപ്പന്നങ്ങളുടെയും ഊരുകളിൽ നിന്ന് ശേഖരിച്ച ഭക്ഷ്യവിഭവങ്ങളായ നര, കുരുട്, കുണ്ടുകിഴങ്ങ്, കൂവ,
ഉറുമ്പരിൻ ചമ്മന്തി, ഒയറ, പച്ചമരുന്ന്, പഴയ കാലത്ത് കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ എന്നിവയുടെ പ്രദർശനം, കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനു വേണ്ടിയുള്ള 8ഓളം സ്റ്റാളുകൾ എന്നിവ ഒരുക്കി. സ്റ്റാളിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ നിർവഹിച്ചു. ABCD പദ്ധതി പ്രകാരം റേഷൻ കാർഡ് ലഭിച്ച ഗുണഭോക്താവിന് ഹോസ്ദുർഗ് താലൂക്ക് തഹസിൽദാർ M. മായ വിതരണം ചെയ്തു. ഊരുത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പ്രീത അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ് സ്വാഗതം പറഞ്ഞു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാസ്റ്റർ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. V. പ്രകാശൻ, അബ്ദുറഹിമാൻ, P. സത്യ, രമാ പത്മനാഭൻ, T. രാജൻ, N. ബാലകൃഷ്ണൻ, C. പ്രഭാകരൻ, M. രാജൻ, K. M. ഷാജി, K. റീന, K. ദാമോദരൻ, V. ബാലകൃഷ്ണൻ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. തുടർന്ന് മംഗലം കളി, ആലാമിക്കളി, തിരുവാതിര, മറയൂരാട്ടം, ഇരുളാട്ടം, തിറയാട്ടം, നാടൻപാട്ട് തുടങ്ങി ഒട്ടനവധി കലാപരിപാടികളും അരങ്ങേറി. മെഗാ മംഗലം കളിയോടുകൂടി പരിപാടി അവസാനിച്ചു. അഖില കേരള മാരാർ ക്ഷേമസഭ കാസർഗോഡ് ജില്ലാ കൗൺസിൽ യോഗം ചേർന്നു. കാഞ്ഞങ്ങാട് പുതിയകോട്ട ഫോർട്ട് വിഹാർ ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് NE ഭാസ്കര മാരാരുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. അഖില കേരള മാരാർ ക്ഷേമസഭ കാസർഗോഡ് ജില്ലാ കൌൺസിൽ യോഗം കാഞ്ഞങ്ങാട് പുതിയകോട്ട ഫോർട്ട് വിഹാർ ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് NE ഭാസ്കര മാരാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ പ്രസിഡന്റ് TV നാരായണ മാരാർ, കലാചാര്യ പുരസ്കാരം നേടിയ AV ബലരാമ മാരാർ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും വടക്കൻ മേഖലാ സെക്രട്ടറിയുമായ TV കുട്ടിക്കൃഷ്ണ മാരാർ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ജില്ലാ സെക്രട്ടറി PV വേലായുധ മാരാർ സ്വാഗതവും ജില്ലാ ട്രഷറർ രാധാകൃഷ്ണ മാരാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധം ശക്തം. KPSTA നേതൃത്വത്തിൽ ജില്ലാ ട്രഷറിയിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF നേതൃയോഗം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ ചേർന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹിമാൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു. ട്രെയിനുകൾക്ക് പലയിടങ്ങളിലായി കല്ലെറിയുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതിനെതിരെ പുതിയ നീക്കവുമായി പോലീസ്. വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ക്ലാസുകൾ തുടങ്ങി. കടബയിലെ കോളേജ് ക്യാമ്പസിൽ മലയാളി വിദ്യാർത്ഥി പെൺകുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയത് പ്രണയം നിരസിച്ചതിനെ തുടർന്നെന്ന് വിവരം. കർശന നടപടിയെന്ന് ആരോഗ്യമന്ത്രി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വനിയുടെ ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമായി. മഹിളാ മോർച്ച പ്രവർത്തകർ സ്വീകരണം നൽകി. ജലാശയങ്ങളിലെ അപകട മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാതൃകയായി കാസർഗോഡ് അത്തിയടുക്കത്തെ നീന്തൽ പരിശീലനം. നാട്ടുകാരനായ ശശിധരനാണ് സൗജന്യ പരിശീലനം നൽകുന്നത്. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.